ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഇതേ ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. കുറെ വീഡിയോസ് ഞാൻ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഇതിലെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഇത് കണ്ടോ, കൊടപ്പൻ. ഈ കൊടപ്പൻ തന്നെയാണോ നിങ്ങളുടെ നാട്ടിലേക്ക് ഇത് പറയുന്നത്? ഞങ്ങൾ ഇതിനെ കൊടപ്പൻ എന്നാണ് പറയുന്നത്. ഇത് വെച്ച് ഒരു തോരൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല് ഞാനൊന്ന് ഇവിടെ കാണിക്കാം. ഫ്രഷ് സാധനമാണ്, അധികം മൂക്കാത്തതാണ്. അപ്പൊ ഇതിന്റെ പോളയൊക്കെ ആദ്യം ഒന്ന് പറിച്ചു കളയണം. ഓരോരോ ലെയർ ഉണ്ടല്ലോ, അപ്പൊ മൂത്ത ലെയർ എല്ലാം ഒന്ന് ആദ്യം അങ്ങോട്ട് എടുത്ത് കളയണേ. ഇത് അധികം ഒന്നും എടുത്ത് കളയേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം ഇത് അധികം മൂക്കാത്തതായതുകൊണ്ട് കുറച്ച് ലെയർ അങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതിയാവും. അതിന്റെ മൂത്ത ലെയറൊക്കെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞപ്പോഴേക്കും ഇത്രയും ഭാഗം കിട്ടി. ഇനി ഇത് നല്ലവണ്ണം അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കണം. അപ്പൊ അരിഞ്ഞെടുക്കേണ്ട രീതി ഇങ്ങനെയാണ്. അതില് ഒരു കത്തി വെച്ച് പതുക്കെ പതുക്കെ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ കൊത്തി കൊത്തി ആ കൊത്തി വെച്ചേക്കണ ഭാഗങ്ങള് പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെറുതാക്കി അങ്ങോട്ട് അരിഞ്ഞെടുക്കണം. ഇതേപോലെ തന്നെ എല്ലാം അങ്ങോട്ട് അരിഞ്ഞങ്ങോട്ട് എടുക്കാം. ഇതെല്ലാം അങ്ങോട്ട് ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലേക്ക്, ഇത് കൊള്ളാൻ പാകത്തുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് അത് നല്ലവണ്ണം അതിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ ഓയിൽ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഇത് കഴുകി അങ്ങോട്ട് എടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കഴുകിയിട്ട് ഒരു ഈർക്കിലിയോ അല്ലെങ്കിൽ ഈ പപ്പടക്കോല അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഇതേപോലെ അങ്ങോട്ട് ചുഴറ്റി കഴിഞ്ഞാൽ അതിലെ നാരുകളൊക്കെ അങ്ങോട്ട് എടുത്ത് കളയാൻ പറ്റും. അപ്പൊ നാരുകളെല്ലാം അങ്ങോട്ട് എടുത്ത് കളയാം. അത്യാവശ്യം വലിയ നാരുകളൊക്കെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് അതങ്ങോട്ട് ഊറ്റി അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നാളികേരം ചിരവിയതും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം അതിലേക്ക് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം അടച്ചങ്ങോട്ട് വെക്കണേ. എന്നാലാണ് ഇതിലേക്ക് നല്ലവണ്ണം ഉപ്പും മുളകൊക്കെ അങ്ങോട്ട് പിടിക്കുകയുള്ളൂ. ഒരു അരമണിക്കൂറോളം കഴിയുമ്പോഴേക്കും അടുപ്പത്തേക്ക് ഒരു ചട്ടി അങ്ങോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടേ അതങ്ങോട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലങ്ങോട്ട് കടുക് ഇടണം. ആ കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴേക്കും ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൊണ്ട് ഇട്ടിട്ട് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വഴറ്റണം. അത് നമുക്ക് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കൊടപ്പൻ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കുറച്ചും കൂടി ഉപ്പിടാം. വേറെ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഇനി നല്ലവണ്ണം അങ്ങോട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് അടച്ചു വെച്ച് ചെറിയ തീയില് നമുക്കൊന്ന് വേവിച്ചങ്ങോട്ട് എടുക്കണേ. അപ്പൊ ചെറിയ തീ തന്നെ വെക്കണം, കാരണം ഇതിൽ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അത് അങ്ങോട്ട് ചെറിയ തീയിൽ അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കൊടപ്പന്റെ തോരൻ ഇവിടെ റെഡിയാവും. നല്ല അടിപൊളി സ്വാദായിരുന്നു. ഈ വാഴപ്പിണ്ടി അതുപോലെ തന്നെ ഈ കൊടപ്പനൊക്കെ ഏറ്റവും നല്ലത് പാളയം കൊടൻ പഴത്തിന്റെയാണ്, അതായത് നാടൻ പഴം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ.